ഇതിന് ഉയർത്തിട്ട് ബലവാന്മാരായിട്ട് വരും. നമുക്ക് ലോകമായിരുന്ന പല പ്രശ്നങ്ങൾ നടക്കാമല്ലോ. അമേരിക്ക സാമ്പത്തികമായി തകർന്നു. യൂറോപ്പിൽ നിന്ന് 10 കൊമ്പുള്ള രാജാക്കന്മാർ ഉയർത്തെഴുന്നേറ്റ്, 10 കൊമ്പുന്നതിനെ കുറിച്ച് വ്യവസ്ഥ പറഞ്ഞില്ലേ, 10 കൊമ്പുള്ള രാജാക്കന്മാർ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവർ ഭൂമിയെ നിയന്ത്രിക്കും. എങ്ങനെ നിയന്ത്രിക്കും? നമുക്ക് ആധാർ കാർഡ് കിട്ടി. ആധാർ കാർഡിൽ 12 അക്കങ്ങൾ, 16 വരെ 20 അക്കങ്ങളാക്കി മാറ്റിയിട്ട് നമ്മുടെ ചെറിയ ചിപ്പ് നമ്മുടെ കൈകൾ പതിപ്പിച്ച് തരും. ഒരു അരിമണികളും പരിപ്പാണ് ലിഥിയം ബാറ്ററികൾ നിർമ്മിച്ച ചെറിയ ചിപ്പ് നമ്മുടെ കൈ പതിപ്പിച്ചു. നമ്മൾ ഈ ചിപ്പ് പതിക്കാത്തവന് കൊടുക്കൽ വാങ്ങാൻ നടക്കില്ല. നമ്മൾ കാറുള്ള പെട്രോൾ പമ്പ് ചെന്ന് പണം കൊടുക്കുന്ന ഡിജിറ്റൽ കറൻസിയാണെന്ന്. കറൻസിയോടെ പിൻവലിച്ച് ഡിജിറ്റൽ കറൻസി വരും. നമ്മുടെ പെട്രോൾ പമ്പ് ചെന്ന് നമ്മുടെ കൈ നീട്ടി കാണിച്ചാൽ നമുക്ക് പെട്രോൾ വരുള്ളൂ. റേഷൻ കടയിൽ ചെന്ന് കൈ നീട്ടി കാണിച്ചാൽ നമുക്ക് കൈ കിട്ടുള്ളൂ. പലരുകളിൽ ചെന്ന് കൈ നീട്ടി കാണിച്ചാൽ നമുക്ക് ഉള്ളിയും പരിപ്പോ കിട്ടുള്ളൂ. ആ ഒരു ഭരണം വരാൻ ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു, ഡിജിറ്റൽ പാസ്പോർട്ട് വരാൻ പോകുന്നു, ഡിജിറ്റൽ ആധാരം വരാൻ പോകുന്നു, ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് വരാൻ പോകുന്നു. ഈ വസ്തുവിൻ്റെ ഇവിടുത്തെ പാസ്പോർട്ട് വെച്ചറിയാം. ഇവിടെ വസ്തുവിൻ്റെ ആധാരം ഡിജിറ്റൽ ആക്കാനായിട്ട് സമൂഹരേഖ സർവ്വത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ വന്നല്ലാതെ നമ്മുടെ വസ്തുവിൻ്റെ കൃത്യമായിട്ട് സ്കെച്ചും പ്ലാനും കമ്പ്യൂട്ടറിലാക്കി കഴിഞ്ഞു. ഒരു കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പറയുക. എല്ലാ രീതിയിലും ഒരു ഡിജിറ്റൽ ഭരണം, കറൻസി നോട്ടിലില്ലാത്ത കമ്പ്യൂട്ടറുകളുമായ ഒരു ഡിജിറ്റൽ ഭരണം വരാൻ പോകുന്നു. അത് എപ്പോൾ ഒരു താമസം പിന്നെ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. 3-ാം ലോക മഹായുദ്ധം സത്യവദോഷം ബൈബിളിലെ പ്രവചന പ്രകാരമാണ് നടക്കുന്നത്. 1-2 ലോക മഹായുദ്ധങ്ങൾ ബൈബിളിലെ പ്രവചന പ്രകാരം നടന്നു. നമുക്കറിയാം. അതിൻ്റെ പുറകിലെ യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 30 ദിവസങ്ങളിൽ രാജ്യം ഉണ്ടാകുമോ എന്ന പ്രവചനം വൃത്തിയായിട്ട് 1-2 ലോക മഹായുദ്ധങ്ങളുണ്ടായി. അതിന് 7 ദിവസങ്ങളിലായിട്ട് 48 മെയ് മാസം 14-ാം തീയതി 1 ദിവസങ്ങളിൽ ഇസ്രായേൽ രാഷ്ട്രമുണ്ടായി. അന്ന് മറ്റു പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നം. ഈ പലസ്തീൻ പ്രശ്നമാണ് ഇപ്പോൾ നമുക്കായിട്ട് ഇസ്രായേൽ യുദ്ധം, ഹമാസ് യുദ്ധം, ഹിസ്ബുള്ള യുദ്ധം, യുദ്ധങ്ങൾ. ഈ യുദ്ധമെല്ലാം ചേർന്ന് ഇപ്പോൾ യുദ്ധങ്ങൾ അവസാനിക്കും. പക്ഷേ ബൈബിളിൽ അവർ സമാധാനവും നിർഭയവും, സമാധാനകരവും പുസ്തകങ്ങളോ, സമാധാനവും നിർഭയവും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവം എന്ന് നാശം വന്നു പോയി. അതിപ്പോഴല്ല, അതിന് കാലഘട്ടം വരാൻ പോകുന്നു. ഈ കാലഘട്ടത്തിൽ 7 വർഷക്കാലം ഈ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 7 വർഷക്കാലം ഭരണത്തിലാണ് 130 കാര്യങ്ങൾക്ക് ഡിജിറ്റൽ ഭരണം, ഡിജിറ്റൽ സംവിധാനം വരും. നമ്മൾ സകല കൊടുക്കൽ വാങ്ങലും സകല രീതിയിലും ഈ പാൻ കാർഡ്, ആധാർ കാർഡ് അടിസ്ഥാനത്തിൽ, ആധാർ കാർഡ് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കൻ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, യൂറോപ്യൻ രാജ്യങ്ങൾ വെൽഫെയർ നമ്പർ, ചൈനയിൽ ഹുക്കോ കാർഡ് നമ്പർ, ഗൾഫ് രാജ്യം ഹെൽത്ത് കാർഡ് നമ്പർ, ഒരു നമ്പർ സംവിധാനം. അത് ബൈബിൾ മനുഷ്യൻ്റെ പേരിൽ പോലും മനുഷ്യൻ നമ്പറുകൾ അറിയപ്പെടുന്ന ബൈബിൾ പ്രകാരമാണ് നേരത്തെ പറഞ്ഞ 666 ഹെൽത്ത് നമ്പറിൽ എടുക്കും. കിട്ടാത്തത് ഈ നമ്പർ കിട്ടും. 2 കാര്യങ്ങൾ പറയട്ടെ. കൊറോണ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് ഒരു ദൈവത്തിൻ്റെ ശിക്ഷ. ദൈവത്തിൻ്റെ ശിക്ഷയല്ല, എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ വരുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തും വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ ഇലക്ട്രിക് ലൈൻ വലിച്ച് മൊബൈൽ ഫോൺ സൗജന്യമായിട്ട് അത് കൊടുത്തു. വൈദ്യുതിയില്ലാത്ത വീടുകളൊക്കെ നിങ്ങൾക്ക് കാരണം പുറത്തിറങ്ങി പഠിക്കാൻ പറ്റാം, വീട്ടിൽ നിന്ന് പഠിക്കുന്നത് മൊബൈൽ ഫോൺ കൊടുത്തു. മൊബൈൽ ഫോൺ എല്ലാ വീടുകളിലും വരുന്നത് ബൈബിളിൽ പ്രവർത്തനമാണ്. അതിന് വൃത്തിയായിട്ട് മറ്റൊരു മണിപ്പൂർ കലാപം പോലെ ഇപ്പോഴും നാഗാ, കുക്കി, മെയ്ത്തി അവരൊരു കലാപം നടക്കുകയാണ്. അതിനിടയ്ക്ക് 5000-ഓളം യഹൂദന്മാരെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇസ്രായേലിലേക്ക് പോയി. അവർ യഹൂദന്മാരെ അവിടെ അവരെ സ്വന്തം സ്ഥലമൊക്കെ വിറ്റ് വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർക്ക് എപ്പോൾ അവിടേക്ക് ചെല്ലാനൊരു ഓർഡർ കിട്ടും, അവരങ്ങ് പോകും. അപ്പം ഓരോ രാജ്യത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി. സോവിയറ്റ് യൂണിയൻ തകർന്ന 1990 ഡിസംബർ മാസം 25-ാം തീയതി. സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്ക് നേരെ നിൽപ്പാൻ കഴിവുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയൻ തകരുമെന്ന് ബൈബിളിൽ പറഞ്ഞത്. കാരണം റഷ്യ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഇസ്രായേലിനെതിരെ അറബികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബൈബിളിലെ പ്രവചനപ്രകാരം സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. സോവിയറ്റ് യൂണിയൻ തകർന്ന അസർബൈജാൻ, അർമീനിയ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ലിത്വാനിയ, ലാത്വിയ, ജോർജിയ, എസ്തോണിയ, മോൾഡാവിയ തുടങ്ങിയ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ തകർന്നുവെങ്കിൽ റഷ്യ തകരാതെ നിൽക്കുകയാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ അറബികൾ ഒന്നിച്ച് ഇസ്രായേലിനെ വരുന്ന 3-ാം ലോക മഹായുദ്ധം. 3-ാം ലോക മഹായുദ്ധത്തിൽ 20ഓളം അറബ് രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വം വരും. അതിന് റഷ്യയുടെ നേതൃത്വം അറബികൾ വരുമ്പോൾ അവരെ യഹൂദൻ ആണവ, രാസ, ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ച് ജയിക്കും. അബ്രഹാം, ഇസ്ഹാഖ്